കിറ്റക്സ് എം ഡി സാബു ജേക്കബ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയം കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിന് പിന്നാലെ തെലങ്കാന കൂടി അവിടെ വ്യവസായ സംരംഭം തുടങ്ങാൻ സാബുവിനെ ക്ഷണിച്ചിരുന്നു. ഇടത് മുന്നണി സംസ്ഥാന തലത്തിൽ തന്നെ ഈ പ്രസ്ഥാനങ്ങൾ അടച്ചുപൂട്ടാനായിട്ടുള്ളൊരു സമരം നടത്തി. ഏതാണ്ട് 565 ദിവസമാണ് ആ സമരം നടത്തിയത്. അവസാനം ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശമനുസരിച്ച് സമരം അവസാനിപ്പിച്ച് എഴുന്നേറ്റ് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് ഈ കേരളത്തിൻ്റെ മണ്ണിൽ പിടിച്ചു നിന്നത് തന്നെ ഇതിൻ്റെ സ്ഥാപകൻ എൻ്റെ പിതാവ് MC ജേക്കബിൻ്റെ ചില ലക്ഷ്യങ്ങളായിരുന്നു. കാരണം ഈ കേരളത്തിൻ്റെ മണ്ണിൽ 1968 10 പേരുമായിട്ട് ഇവിടെ ഒരു തൊഴിൽശാല നിർമ്മിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം പണമുണ്ടാക്കുക എന്നതായിരുന്നില്ല. അതിനേക്കാൾ ഉപരി ഈ കേരളത്തിലുള്ള ചെറുപ്പക്കാർക്ക്, പുതിയ തലമുറയ്ക്ക് തൊഴിൽ നൽകുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ 35 വർഷക്കാലമായിട്ട് ഈ ആട്ടും തുപ്പും എല്ലാം സഹിച്ച് ഇവിടെ പിടിച്ചു നിന്നതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ നമ്മൾ ജനിച്ചു വളർന്ന ഈ മണ്ണിൽ, കേരളത്തിൻ്റെ മണ്ണിൽ, കേരളത്തിലെ മക്കൾക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടാകണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഇന്നലെ നമുക്കറിയാം, തെലങ്കാനയ്ക്ക് പിന്നാലെ ആന്ധ്ര ടെക്സ്റ്റൈൽ മന്ത്രിയാണ് ഇവിടെ നേരിട്ട് വന്ന് എന്നെ ക്ഷണിക്കാനെത്തിയത്. വളരെ യാദർച്ഛികമായിട്ടുണ്ടായ ഒരു സംഭവമാണത്. ഞാനതിലെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനോ അല്ലെങ്കിൽ ഇവിടെ ഒരു കോളിളക്കം ഉണ്ടാക്കാനോ ഒന്നും ശ്രമിച്ചതല്ല. 2 ദിവസം മുമ്പ് അവർ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് വരുന്നത്, ഒന്ന് കാണണം, ആന്ധ്രയിലേക്ക് ക്ഷണിക്കാനാണ് എന്ന് പറഞ്ഞ് വന്നു. അതനുസരിച്ച് അവരിവിടെ വന്നു. 5 മണിക്കൂറോളം ഇവിടെ ചെലവിട്ടു.